സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ CGL ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. അതിലേക്ക് ഡിഗ്രി ക്വാളിഫൈ ആയ കുട്ടികൾക്ക് എല്ലാവർക്കും അയക്കാൻ സാധിക്കും. പക്ഷേ ഇപ്രാവശ്യം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ CGL രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയറുകളുണ്ട്. നിങ്ങൾ OBC, SC, ST കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിൽ തഹസിൽദാരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റോ OBCക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും നിർബന്ധമാണ്. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ഫേസ് ഓതൻറ്റിക്കേഷൻ ആധാർ അധിഷ്ഠിതമായ ഫേസ് ഓതൻറ്റിക്കേഷൻ നടത്തണം. അതിന് നാഷണൽ ഇൻഫോർമാറ്റിക് മിഷൻ്റെ OTR ആപ്ലിക്കേഷൻ ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻ. അത് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിങ്ങളുടെ ഫേസ് ഓതൻറ്റിക്കേഷൻ നടത്തിയ ശേഷം OTR നമ്പർ ലഭിക്കും. അത് വെച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ലൈവ് ഫോട്ടോ എടുക്കണം, ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അവർ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷനിൽ തന്നെ അപ്ലോഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഇപ്രാവശ്യത്തെ SSC CGL അയക്കുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമാണ്. നമ്മുടെ നാട്ടിൽ ഡിഗ്രി പഠിച്ചവർക്ക് ഈ എക്സാമിലൂടെ വളരെ നല്ല ജോലികൾ ലഭിക്കും. 31 കാറ്റഗറിയിലായി 14,500 വേക്കൻസിയാണ് ഇപ്രാവശ്യം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന് നിങ്ങളെല്ലാവരും തയ്യാറാകുക. ഇനിയും 3 മാസം സമയമുണ്ട്. നല്ലപോലെ പഠിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ, ഇതിനു വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഏറ്റവും നല്ല ജോലി, ഇന്ത്യയിൽ IAS താഴെയുള്ള ഏറ്റവും നല്ല ജോലി ലഭിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഈ അവസരം പാഴാക്കാതിരിക്കുക, ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം ആപ്ലിക്കേഷൻ അയക്കുവാൻ.